Hi dears, welcome back to Grated recipes. ഇന്ന് ഞാൻ ലേസ് പോലെ ഇരിക്കുന്ന അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ ലേസ് പോലെ ഇരിക്കും. ലേസ് പൊട്ടാറ്റോ ചിപ്സ് അല്ല കേട്ടോ, നമ്മൾ ഡ്രസ്സിലൊക്കെ പിടിപ്പിക്കുന്ന ലേസ് ഇല്ലേ, അതുപോലത്തെ ഡിസൈൻ ആയിരിക്കും നമ്മൾ അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ കാണുന്നത്. അപ്പോൾ അപ്പം കാണാൻ നല്ല ഭംഗിയാണ്, തിന്നാൻ വളരെ സോഫ്റ്റുമാണ്. അപ്പോൾ ഈ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് പച്ചരി ഇട്ടിട്ട് നന്നായിട്ട് കഴുകി 4-5 പ്രാവശ്യം കഴുകണം. അതിനുശേഷം 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ച് 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ കുതിർത്താൻ വെക്കണം. എത്രയും കൂടുതൽ കുതിരുന്നുവോ അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം. നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞും നമുക്ക് അപ്പം അരച്ചെടുക്കാം, പക്ഷേ 10 മണിക്കൂർ കഴിഞ്ഞ് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതിപ്പോൾ 10 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത അരിയാണിത്. നമ്മൾ കൈകൊണ്ട് തിരുമിയാൽ അത് പൊടിഞ്ഞു പോകും, അത്രയ്ക്ക് നന്നായിട്ട് കുതിർന്നതാണ്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ബാക്കി വന്ന വെള്ളം നമുക്ക് കുറച്ച് ഊറ്റി മാറ്റാം. കുറച്ച് വെള്ളത്തിൽ അരച്ചാലേ അരി നന്നായിട്ട് അരിഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ആദ്യം അരച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി വെള്ളവും കൂടി ചേർക്കാം. ഇപ്പോൾ അരിയെല്ലാം ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കാം. മധുരത്തിന് വേണ്ട പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വലിയ ജീരകം ചേർക്കുന്നുണ്ട്, അത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 കപ്പ് ചിരകിയ തേങ്ങയും ചേർക്കുക. ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചതിന് ശേഷം ബാക്കി നമ്മൾ മാറ്റി വെച്ച വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ആ അരി നന്നായിട്ട് അരച്ചതിന് ശേഷം നമ്മൾ ബാക്കി മാറ്റി വെച്ച വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നല്ലതുപോലെ അരി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പം സോഫ്റ്റ് ആകാനുള്ള ഇൻഗ്രീഡിയൻ്റ് ആയ ചോറ് ചേർത്ത് കൊടുക്കാം. ചോറാകുമ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും, പശപ്പില്ലാത്ത ചോറ് ചേർക്കണം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ റവ കാച്ചിയോ അല്ലെങ്കിൽ കപ്പി കാച്ചിയൊക്കെ ചേർക്കണം. അതൊക്കെ ഒത്തിരി നമുക്ക് ജോലി കൂടുതലാക്കും. പിന്നെ കപ്പി കാച്ചിയ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി വെക്കണം. ചോറ് ചേർത്താലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ചോറും കൂടി ചേർത്ത് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള അപ്പത്തിൻ്റെ ബാറ്ററാണ്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ജാറ് ചുറ്റിച്ചൊന്നും ചേർക്കേണ്ട. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇപ്പോൾ അപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫെർമെൻറ്റേഷന് വേണ്ടി മൂടി വയ്ക്കാം. നമ്മൾ ഈ ഒഴിച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ പൊങ്ങി വരണം. അപ്പോഴേ നമുക്ക് ഇതുപോലുള്ള അപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കൊണ്ട് തന്നെ ഇത് പൊങ്ങിക്കിട്ടും. നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഇത് പൊങ്ങിയിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. തണുത്ത കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ ഈ ബാറ്റർ കിച്ചണിലെ അടപ്പിൻ്റെ അടുത്ത് വെച്ചാൽ പെട്ടെന്ന് പൊങ്ങിക്കിട്ടും. 1 മണിക്കൂറിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ ഈ ബാറ്റർ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് പൊങ്ങിയാലേ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒഴിച്ച ബാറ്ററിനേലും ഇരട്ടിയിൽ കൂടുതൽ ഇത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇതുപോലെ പൊങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ റൂം ടെമ്പറേച്ചറിൻ്റെ ഇതനുസരിച്ച് പൊങ്ങുന്ന സമയം വ്യത്യാസപ്പെടും കേട്ടോ. അപ്പോൾ നമുക്കിത് അപ്പച്ചട്ടിയിൽ ഒഴിച്ച് അപ്പം ഉണ്ടാക്കാം. കണ്ടോ, ഇതിപ്പോൾ ചുറ്റിച്ച് വന്നപ്പോൾ തന്നെ നല്ല ഡിസൈനാണ് വന്നിരിക്കുന്നത്. ശരിക്കും ലേസ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. മൂടി വെച്ച് 1.5 മിനിറ്റ് വേവിക്കുക. 1.5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ അപ്പം വെന്തിട്ടുണ്ടാവും. 1.5 മിനിറ്റിൽ കൂടുതൽ വെച്ചാൽ കുറച്ച് മുരിഞ്ഞ ടൈപ്പ് അപ്പം കിട്ടും. അത് അങ്ങനത്തെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ലേസ് പോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഒരെണ്ണം കൂടി ചുട്ടെടുക്കാം. അപ്പോൾ 2ാമത്തെ അപ്പമാണിത്. ഇത് നന്നായിട്ട് ലേസ് പോലെ ഡിസൈൻ വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പം കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇത്. നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയോ മട്ടൻ കറിയുടെ കൂടെയോ സ്റ്റൂവിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. ഒന്നുമില്ലെങ്കിൽ നമുക്കിത് വെറുതെയും കഴിക്കാം, ചായയുടെ കൂടെ കഴിക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നമുക്ക് കിള്ളി എടുത്ത് കഴിക്കാൻ പറ്റും. കണ്ടോ, ഇത് നാവിൽ വെച്ചാൽ അലിഞ്ഞു പോകും, അത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പോൾ ഈ ലേസ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.